1960-ൽ ലോക സൂപ്പർ ഹീറോ ഇൻഡസ്ട്രിയെ മാറ്റിമറിച്ച ഒരു ടീമിന്റെ കടന്നുവരവായിരുന്നു ജസ്റ്റിസ് ലീഗ് ഓഫ് അമേരിക്ക. അതിനു മുമ്പ് സൂപ്പർ ഹീറോ ടീമുകൾ വന്നിട്ടുണ്ട്. DC-യുടെ തന്നെ ജസ്റ്റിസ് സൊസൈറ്റി ഓഫ് അമേരിക്ക ആയിക്കോട്ടെ, മാർവലിന്റെ പഴയ ഇൻവേഡേഴ്സ് ആയിക്കോട്ടെ, ഇവരൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ JLA ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് വളരെയധികം വലുതായിരുന്നു. അതുകൊണ്ട് തന്നെ റൈവൽ കമ്പനിയായ മാർവലിന് തങ്ങൾക്ക് ഇതുപോലെ സൂപ്പർ ഹീറോ ടീമിനെ വേണമെന്നൊരു ആഗ്രഹം ഉണ്ടായി. അങ്ങനെ സ്റ്റാൻലിയും ജാക്ക് കിർബിയും ചേർന്ന് ഒരു സൂപ്പർ ഹീറോ ടീം കോമിക് ക്രിയേറ്റ് ചെയ്യുന്നു. പക്ഷേ JLA പോലെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഹീറോസിനെ കൂട്ടിച്ചേർന്നൊരു ടീമായിരുന്നില്ല, മറിച്ച് ഒരു ഒറിജിനൽ ടീമായിരുന്നു. ആ ടീമാണ് ഫാന്റാസ്റ്റിക് ഫോർ അഥവാ മാർവലിൻ്റെ ഫസ്റ്റ് ഫാമിലി. ഇത്രയും കൊല്ലങ്ങൾക്കിപ്പുറം മാർവൽ എന്ന് പറഞ്ഞാൽ ഇന്ന് ലോകത്തെല്ലാവർക്കും മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സാണ്. ആ ഒരു ലോകത്തേക്ക് ഫാന്റാസ്റ്റിക് ഫോർ വരികയാണ്. എന്നാൽ ഇക്കുറി മോഡേൺ ആയിട്ടുള്ള ഒരു ടേക്കായിട്ടല്ല, മറിച്ച് 1960-കളിൽ അതായത് ഒറിജിനൽ കൊമിക് ഇറങ്ങിയ കാലഘട്ടത്തിൽ തന്നെ സെറ്റ് ചെയ്ത ആ കൊമിക്കിൻ്റെ അതേ എസൻസ് പറിച്ചു നടന്നൊരു മൂവിയായിട്ടാണ് ദ ഫാന്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്സ് MCUവിലേക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു സിനിമ കാണുന്നതിന് മുന്നേ അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അവയെല്ലാം നമ്മൾ ഒരൊറ്റ വീഡിയോയിൽ ഡീറ്റെയിൽഡായി ബ്രേക്ക് ഡൗൺ ചെയ്യുന്നതാണ്. വെൽക്കം ടു കൊമിക് മന്ത്ര. ഞാൻ ശ്രീനന്ദൻ ചെങ്ങന്നൂർ. നമ്മുടെ റിയൽ ലൈഫിൽ 1960-കൾ സ്പേസ് റേസിൻ്റെ ഒരു പീക്ക് ടൈമായിരുന്നു. അമേരിക്കയാണോ റഷ്യയാണോ ഏറ്റവും കൂടുതൽ സ്പേസിൽ അച്ചീവ്മെൻറ്റ്സ് ഉണ്ടാക്കുന്നത് അറിയാനുള്ള ഒരു കോൾഡ് വാർ ആ ഒരു സമയത്ത് ഇറങ്ങിയതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളൊരു തീം തന്നെയാണ് ഫാന്റാസ്റ്റിക് ഫോറിൻ്റെ ആദ്യകാല കൊമിക്കുകൾ കാണാൻ സാധിക്കുക. ആ ഒരു കൊമിക്കുകളുടെ ഡയറക്റ്റ് ഇൻസ്പിറേഷനാണ് ഇപ്പോൾ ഇറങ്ങാൻ പോകുന്ന സിനിമ. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള എലമെൻറ്റുകൾ ഒരുപാട് അവിടെ കാണാനും സാധിച്ചേക്കും. സോ ആദ്യം തന്നെ പറയാം, ഈ ഒരു ഫാന്റാസ്റ്റിക് ഫോറിൻ്റെ കഥ നടക്കുന്നത് മറ്റൊരു യൂണിവേഴ്സിലാണ്. നമ്മൾ സ്ഥിരം കണ്ടിട്ടുള്ള മാർവലിൻ്റെ 616 എന്ന് അവർ സ്വയം വിശേഷിപ്പിക്കുന്ന എർത്തല്ല, മാർവൽ 838 എന്ന പുതിയൊരു യൂണിവേഴ്സിലാണ് ഈ ഒരു സ്റ്റോറി നടക്കുന്നത്. അതുകൊണ്ട് തന്നെ 1960-കളിലാണ് കഥ അവിടെ നടക്കുന്നത്. സോ ഈ ഒരു യൂണിവേഴ്സിൽ 1960-കൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഫ്യൂച്ചർ പോലാണ്. അവിടെ ആ ഒരു പഴയ 1960-കൾ വൈബാണ് ഉള്ളതെങ്കിൽ പോലും അവിടുത്തെ ടെക്നോളജി വളരെയധികം ബിഗ്ഗറാണ്. ഇത്തരത്തിലുള്ള കോൺസെപ്റ്റിനാണ് റെട്രോ ഫ്യൂച്ചറിസ്റ്റിക് എന്ന് പറയുക. കഥ നടക്കുന്നത് പഴയ കാലഘട്ടത്തിലായിരിക്കാം, പക്ഷേ അവിടുത്തെ ടെക്നോളജി ഫ്യൂച്ചറിലേ ആയിരിക്കാം. അത്തരത്തിലൊരു കോൺസെപ്റ്റ് തന്നെയാണ് ഒറിജിനൽ ഫാന്റാസ്റ്റിക് ഫോർ കൊമിക്കുകൾ കടന്നു വന്നത്. ഇപ്പോൾ എടുത്ത സിനിമയും അങ്ങനെ തന്നെ. ലോകത്തെ ഏറ്റവും അധികം പോപ്പുലർ ആയിട്ടുള്ള ഒറിജിൻ സ്റ്റോറീസിൽ ഒന്ന് തന്നെയാണ് ഫാന്റാസ്റ്റിക് ഫോറിൻ്റേത്. അതുകൊണ്ട് തന്നെ ഈ വരുന്ന സിനിമയിൽ ആ ഒരു ഒറിജിൻ ഉണ്ടായിരിക്കില്ല. സ്പൈഡർമാൻ ഹോം കമ്മിങ്, റീസെൻ്റ്ലി വന്ന സൂപ്പർമാൻ സിനിമകളും ഇത്തരത്തിലുള്ള അപ്രോച്ച് നമ്മൾ കണ്ടിരുന്നു. ഈ സിനിമകളൊന്നും തന്നെ ഹീറോസിൻ്റെ ഒറിജിൻ സ്റ്റോറി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പകരം അവർ വന്നിട്ട് 1-2 കൊല്ലത്തിന് ശേഷമുള്ള കഥകളായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഫാന്റാസ്റ്റിക് ഫോറിൻ്റെ കേസും അങ്ങനെ തന്നെ ഓൾറെഡി ലോകം സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ടീമായിട്ടാണ് ഫാന്റാസ്റ്റിക് ഫോറിനെ കാണിച്ചിരിക്കുന്നത്. കോമിക്സിലെ ഒറിജിനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ 1960-കളിലെ സ്പേസ് റേസിൻ്റെ ഭാഗമായി അമേരിക്ക 4 ആസ്ട്രോണറ്റ്സിനെ സ്പേസിലേക്ക് അയക്കുന്നു. അവിടെ വെച്ചിട്ടുള്ള ഒരു ആക്സിഡൻറ്റിൽ കോസ്മിക് റേസ് ഇവർക്ക് നേരെ ഏൽക്കുന്നു. എന്നാൽ ഇവർ മരിക്കുന്നില്ല, പകരം ഈ 4 പേർക്കും സൂപ്പർ പവേഴ്സ് കിട്ടുന്നു. അങ്ങനെ തങ്ങൾക്ക് കിട്ടിയ സൂപ്പർ പവേഴ്സ് ലോകത്തിന് നന്മയ്ക്ക് വേണ്ടി യൂസ് ചെയ്യാമെന്ന് ഇവർ തീരുമാനിക്കുന്നു. അങ്ങനെയാണ് 4 പേരും ചേർന്ന് ഫാന്റാസ്റ്റിക് ഫോർ എന്ന ടീമായി മാറുന്നത്. ടീമിൽ ഓരോരുത്തരെ പറ്റി പറയുകയാണെങ്കിൽ മിക്കപ്പോഴും ടീം ലീഡറായി പോർട്രേ ചെയ്യുന്നത് റീഡ് റിച്ചാർഡ്സ് എന്ന മിസ്റ്റർ ഫാന്റാസ്റ്റിക്കിനെയാണ്. എന്നാൽ സൂപ്പർ പവേഴ്സ് ഒന്നും ഇല്ലാതെ തന്നെ വളരെയധികം മൈൻഡ് പവർ ഉള്ളൊരു ക്യാരക്ടറാണ് ഇദ്ദേഹം. അതായത് ഇദ്ദേഹത്തിൻ്റെ ബുദ്ധിയും ഐക്യവും സ്ട്രാറ്റജി എന്നൊക്കെ പറയുന്നത് വളരെയധികം പീക്ക് ലെവലിലാണ്. ഈവൻ സീക്രട്ട് വാഴ്സ് അടക്കമുള്ള മൾട്ടിവേഴ്സൽ ഇവൻസിൽ പോലും കോമിക്സിൽ വളരെയധികം വലിയ റോളിൽ വരുന്നത് റീഡ് റിച്ചാർഡ്സിൻ്റെ മൈൻഡാണ്. അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന സീക്രട്ട് വാഴ്സ് സിനിമയിലും റീഡ് റിച്ചാർഡ്സിൻ്റെ ഒരു മെയിൻ റോൾ ഉണ്ടാകുന്ന കാര്യത്തിൽ സംശയമില്ല. കോസ്മിക് റേസിൻ്റെ പവർ റീഡ് റിച്ചാർഡ്സിന് ഉള്ളത് ശരീരത്തിലെ ഏതൊരു ഭാഗവും നീട്ടാൻ സാധിക്കും എന്നുള്ളതാണ്. പക്ഷേ സത്യം പറഞ്ഞാൽ റീഡ് റിച്ചാർഡ്സിൻ്റെ മൈൻഡിലുള്ള ആ ഒരു എബിലിറ്റി വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇതൊന്നും ഒന്നുമല്ല. രണ്ടാമത്തെ മെമ്പറാണ് സൂസൻ സ്റ്റോം അഥവാ ഇൻവിസിബിൾ വുമൺ. പേര് സൂചിപ്പിക്കുന്ന പോലെ ഇൻവിസിബിൾ ആവാൻ ഈ ഒരു ക്യാരക്ടറിന് സാധിക്കും. അതിൻ്റെ കൂടെ തന്നെ ഫോഴ്സ് ഫീൽഡ്സ് ക്രിയേറ്റ് ചെയ്യാനും അതുപയോഗിച്ച് ആൾക്കാരെ പ്രൊട്ടക്ട് ചെയ്യാനും ഈ ഒരു ക്യാരക്ടറിന് സാധിക്കും. സൂസൻ സ്റ്റോമിൻ്റെ സഹോദരനാണ് ജോണി സ്റ്റോം. സ്വന്തം ശരീരം കത്തിക്കാനും ഫുൾ ഫയറായി മാറാനും ആ ഫയർ ഉപയോഗിച്ച് ഫൈറ്റ് ചെയ്യാനും സാധിക്കുന്ന, അതേപോലെ പറക്കാനും സാധിക്കുന്ന ഒരു ക്യാരക്ടറാണ് ജോണി സ്റ്റോം. പിന്നെ ഉള്ളത് ബെൻ ഗ്രിം അഥവാ തിങ്ങാണ്. തിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ മൊത്തം റോക്സ് എല്ലാം കൂടെ ചേർന്നൊരു ഭീമാകാരനായ രൂപം. കൂട്ടത്തിലൊരു അഗ്ലി ഫേസ് എന്ന രീതിയിലൊക്കെ തുടക്കകാലം മുതൽ പോർട്രേ ചെയ്യുന്ന തിങ്ങിൻ്റെ സൈഡ് പലപ്പോഴും ഇമോഷണലി കാണിച്ചിട്ടുണ്ട്. ഈ സിനിമയിലെ പ്രൈമറി ആൻറ്റഗോണിസ്റ്റ് ഗലാക്ടസ് ആണെന്ന കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. മാർവൽ കോമിക്സിലെ സൈസ് ആണെങ്കിലും അതേപോലെ പവർ ആണെങ്കിലും ഏറ്റവും ബിഗ്ഗസ്റ്റ് വില്ലൻസിൽ ഒന്ന് തന്നെയാണ് ഗലാക്ടസ്. 2007 പുറത്തിറങ്ങിയ റൈസ് ഓഫ് സിൽവർ സർഫർ സിനിമയിൽ ഗലാക്ടസ് ഉണ്ടായിരുന്നു. പക്ഷേ ഗലാക്ടസിനെ അതിൽ പ്രോപ്പർലി കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. കുറച്ചുകൂടെ ഒരു വലിയ ക്ലൗഡൊക്കെ പോലായിട്ടായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ വരുന്ന സിനിമയിൽ പ്രോപ്പറായിട്ട് ഗലാക്ടസിൻ്റെ ആ ഒരു കോസ്റ്റ്യൂമും ലുക്കും എല്ലാം തന്നെ കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പ്രോപ്പർ ഗലാക്ടസ് കോമിക് അഡാപ്റ്റേഷൻ തന്നെയാണ് ഈ ഒരു സിനിമയിൽ വരാൻ പോകുന്നത്. ഗലാക്ടസിൻ്റെ ഒറിജിനെ പറ്റി പറയുകയാണെങ്കിൽ ശരിക്കും മാർവൽ യൂണിവേഴ്സ് ഉണ്ടാകുന്നതിന് മുമ്പ് മറ്റൊരു യൂണിവേഴ്സ് ഉണ്ടായിരുന്നു. ആ യൂണിവേഴ്സിലെ ഗാലൻ എന്നയാളാണ് പിന്നീട് ഗലാക്ടസ് ആവുന്നത്. ആ യൂണിവേഴ്സ് ബിഗ് ക്രഞ്ച് എന്നറിയപ്പെടുന്ന ഒരു കോസ്മിക് കൊളാപ്സിൽ ഇല്ലാതായി. ആ ഒരു സമയത്ത് സെൻറ്റിയൻസ് ഓഫ് യൂണിവേഴ്സ് എന്നൊരു കോസ്മിക് എംബോഡിമെൻറ്റിൻ്റെ കൂടെ ഗാലൻ മെർജ് ആവുകയും പുതിയ മാർവൽ യൂണിവേഴ്സിൻ്റെ ബിഗ് ബാങ് റീബോൺ ആവുകയും ചെയ്യുന്നു.
അങ്ങനെ റീബോൺ ആയപ്പോൾ ഒരു സാധാരണക്കാരനായിട്ടല്ല, മറിച്ച് മാനം മുട്ട നിൽക്കുന്ന ഗലാക്ടസ് ആയിട്ടാണ് അയാൾ മാറിയത്. സോ ഗലാക്ടസ് ഒരു വില്ലൻ എന്ന് വിളിക്കാൻ പറ്റുമോ നമുക്ക് എപ്പോഴും ഡൗട്ടാണ്. കാരണം ഗലാക്ടസ് ശരിക്കും ചെയ്യുന്നത് കോസ്മിക് ബാലൻസ് ആണ്. പുള്ളിക്ക് ഫുഡ് കഴിക്കണം ഏതൊരാളെയും പോലെ, പക്ഷേ പുള്ളിയുടെ ഫുഡ് എന്ന് പറയുന്നത് ഇത്ര ബിഗ്ഗർ ആയതുകൊണ്ട് പ്ലാനറ്റുകളും അതിലെ ലൈഫ് ഫോഴ്സുകളുമാണ്. അതുകൊണ്ട് തന്നെ പുള്ളി ചെയ്യുന്നത് കോസ്മിക് ബാലൻസ് ആണ്, ഒരിക്കലും മനഃപൂർവ്വം വന്നൊന്നും കഴിക്കുകയല്ല. പക്ഷേ പ്ലാനറ്റിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവനും പ്ലാനറ്റുമാണ് ഇല്ലാതാവുന്നത്. അതുകൊണ്ട് തന്നെ ഗലാക്ടസ് ഒരു വില്ലനായി മാറുന്നു. ഗലാക്ടസിനൊക്കെ ഫാൻ ബേസ് ഗലാക്ടസിൻ്റെ ചിങ്കിടിയായിട്ടുള്ള സിൽവർ സർഫർ എന്ന നോറിൻറാഡിന് തന്നെയാണ്. ഒറിജിനിലേക്ക് വരികയാണെങ്കിൽ സെൻല എന്ന പേരുള്ള ഒരു പീസ്ഫുൾ ഉട്ടോപ്യൻ പ്ലാനറ്റിൽ ജീവിച്ചുകൊണ്ടിരുന്ന ആളായിരുന്നു നോറിൻറാഡ്. അങ്ങനെ ഇരിക്കുകയാണ് സെൻല ഭക്ഷണമാക്കാൻ ഗലാക്ടസ് വരുന്നത്. എന്നാൽ സെൻലയെ വെറുതെ വേണമെന്നും പകരം ആജീവനാന്തം ഗലാക്ടസിനെ അടിമയായി താൻ സേവിച്ചു കൊള്ളാമെന്നും നോറിൻറാഡ് പറയുന്നു. അങ്ങനെയാണ് നോറിൻറാഡ് സിൽവർ സർഫറായി മാറുന്നത്. പിന്നീട് പല പ്ലാനറ്റുകളും ഗലാക്ടസ് വരുന്നതിന് മുന്നേ വാർണിംഗ്സ് കൊടുക്കാനും മറ്റുമൊക്കെ ആയിട്ട് സിൽവർ സർഫർ പ്രത്യക്ഷപ്പെടാറുണ്ട്. എന്നാൽ ഈ ഒരു സിനിമയിലേക്ക് വരുമ്പോഴത്തേക്കും ഷല്ലാബാൽ എന്ന ഫീമെയിൽ വേർഷനാണ് കാണാൻ സാധിക്കുക. നേരത്തെ പറഞ്ഞ സെൻലയിലെ നോറിൻറാഡിൻ്റെ ലവ് ഇൻട്രസ്റ്റ് ആണ് ഷല്ലാബാൽ. ഇപ്പോൾ കോമിക്സിലും ഈ ഒരു ക്യാരക്ടർ സിൽവർ സർഫറായിട്ട് വന്നിട്ടുണ്ടല്ലോ എന്ന് പറയുന്നവരോട്, ഇതൊരിക്കലും മെയിൻ യൂണിവേഴ്സിലല്ല വന്നിട്ടുണ്ടായിരുന്നത്, വാട്ടിഫ് ഒക്കെ പോലെ ഒരു ആൾട്ടർനേറ്റ് യൂണിവേഴ്സിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫീമെയിൽ വേർഷൻ ഇപ്പോൾ കൊണ്ടുവരുന്നതിനോട് ഒരുപാട് പേർക്ക് എതിർപ്പുകളുണ്ട്. നമ്മൾ നേരത്തെ ട്രെയിലർ ബ്രേക്ക് ഡൗണിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരുപക്ഷേ ഈ ഫീമെയിൽ വേർഷൻ ഇപ്പോൾ കൊണ്ടുവന്നത് ഫ്യൂച്ചറിൽ മെയിൽ വേർഷനെ കൊണ്ടുവന്ന് സീക്രട്ട് വാറിന് ശേഷം മെയിൻ ആക്കാം എന്നൊക്കെയായിരുന്നു. അതെന്തായി തീരുമെന്ന് കണ്ടു തന്നെ അറിയാം. ഗലാക്ടസ് ആണ് മെയിൻ വില്ലനെങ്കിലും ഈ സിനിമയിൽ മറ്റ് ചില ഫാന്റാസ്റ്റിക് ഫോർ വില്ലന്മാർ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അതിൽ ആദ്യത്തേത് ഫാന്റാസ്റ്റിക് ഫോറിൻ്റെ ഫസ്റ്റ് വില്ലനായ മോൾമാൻ ആണ്. സബ്ടെറേനി എന്ന പേരുള്ള അണ്ടർഗ്രൗണ്ട് വേൾഡ് മോൺസ്റ്റേഴ്സും മോളോയിഡ്സും ഒക്കെ കൊണ്ട് ഫിൽഡാണ്. ആ ലോകത്തിൻ്റെ രാജാവാണ് മോൾമാൻ. ഈ സിനിമയിൽ മോൾമാൻ ഉണ്ടാവുന്ന 100% കൺഫേം ആയി കഴിഞ്ഞു. മോൾമാൻ പോലെ തന്നെ ഈ സിനിമയിൽ വരേണ്ട മറ്റൊരു കിടിലൻ വില്ലനായിരുന്നു റെഡ് ഗോസ്റ്റ്. പണ്ട് ബാലരമയിൽ റെഡ് ഗോസ്റ്റിനെ പറ്റിയൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ സൂപ്പർ നാച്ചുറൽ പവേഴ്സിൽ റെഡ് ഗോസ്റ്റ് തൻ്റെ കൺട്രോളുള്ള 3 കുരങ്ങന്മാരുമായിട്ടായിരുന്നു കടന്നു വരവ്. റെഡ് ഗോസ്റ്റിനെ നമ്മൾ ഫാന്റാസ്റ്റിക് ഫോർ ട്രെയിലറൊക്കെ കണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അറിയാൻ സാധിച്ചത് റെഡ് ഗോസ്റ്റിൻ്റെ മുഴുവൻ സീനുകളും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു എന്നുള്ളതാണ്. നമ്മൾ കാണാൻ പോകുന്ന സിനിമയിൽ ആ സീനുകളൊന്നും ഉണ്ടായിരിക്കില്ല. ഈ ഒരു സിനിമയിൽ മാത്രമല്ല, ഹോൾ മാർവൽ മൾട്ടിവേഴ്സിൽ തന്നെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്ന ക്യാരക്ടറാണ് ഫ്രാങ്ക്ലിൻ റിച്ചാർഡ്സ്. റിച്ചാർഡ്സിൻ്റെ സൂസൻ സ്റ്റോമിൻ്റെ മകനായ ഫ്രാങ്ക്ലിൻ സീക്രട്ട് വാർസ് കോമിക്കിലൊക്കെ അത്രയധികം ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു ക്യാരക്ടറായിരുന്നു. റിയാലിറ്റി ആൾട്ടറിംഗ് പവറുള്ള ഈ ഒരു ക്യാരക്ടറിൻ്റെ പവർ ലെവൽസ് ഭയങ്കരമാണ്. സോ ഇപ്പോൾ ഒരു ബേബി ആയിട്ടാണ് ഈ ഒരു ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്നാൽ പിന്നീട് സീക്രട്ട് വാർസ് ഒക്കെ ആകുമ്പോഴത്തേക്കും ഒരു ടീനേജ് വെർഷനൊക്കെ ആയിട്ട് ഒരു പ്രോപ്പർ ക്യാരക്ടറായിട്ട് വരുമെന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഈ ഒരു സിനിമയിൽ ഞാൻ ഏറ്റവും ക്യൂരിയസ് ആയിട്ട് കാത്തിരിക്കുന്നതും ഫ്രാങ്ക്ലിൻ റിച്ചാർഡ്സിനെ തന്നെയാണ്. കാരണം ഇതുവരെ ലൈവ് ആക്ഷൻ ഈ ഒരു ക്യാരക്ടർ ആർക്ക് കൊണ്ടുവന്നിട്ടില്ലായിരുന്നു. ഇനിയിപ്പോൾ സീക്രട്ട് വാർസ് അടുത്ത സ്ഥിതിക്ക് ഇത് വരുമെന്ന് ഏകദേശം ഉറപ്പായിരുന്നെങ്കിലും ഫസ്റ്റ് ട്രെയിലറിലൊക്കെ ഒരു ക്ലൂ പോലും ഇവർ തന്നിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അതേ പ്രോപ്പർലി ഫ്രാങ്ക്ലിൻ റിച്ചാർഡ്സ് വരുമെന്ന കാര്യം കൺഫേം ആയിരിക്കുകയാണ്. 1961 ഫാന്റാസ്റ്റിക് ഫോർ ഡെബ്യൂ ചെയ്തതോടെ മാർവലിൻ്റെ രാശി തന്നെ മാറിയെന്ന് പറയാതിരിക്കാൻ വയ്യ. അത്രയും വലിയ സക്സസ് ആയ ഒരു കോമിക്സിന് ശേഷം വന്ന പല കോമിക്കുകളും വലിയൊരു ഹിറ്റ് ആവുകയും ഇവഞ്ച്വലി സ്പൈഡർമാനും വരികയും ചെയ്തു. അങ്ങനെ ഫാന്റാസ്റ്റിക് ഫോർ സ്പൈഡർമാൻ ക്രോസ് ഓവർ കോമിക്കുകളൊക്കെ വന്ന് മാർവൽ ടോപ്പ് ന്യൂസിൽ പോകാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒബ്വിയസ്ലി കോമിക്കിനപ്പുറത്തേക്ക് ഫാന്റാസ്റ്റിക് ഫോർ വളരാൻ തുടങ്ങി. അങ്ങനെയാണ് 1967 ഹന്ന ബാർബർ പ്രൊഡ്യൂസ് ചെയ്ത ഫാന്റാസ്റ്റിക് ഫോർ കാർട്ടൂണിൻ്റെ കടന്നുവരവ്. ഒരു സീസണിൽ 20 എപ്പിസോഡ് മാത്രമുള്ള ഈ കാർട്ടൂൺ ക്ലാസിക്കായിട്ടുള്ള സിൽവർ ഏജ് കോമിക്കിൻ്റെ അഡാപ്റ്റേഷൻസ് തന്നെയായിരുന്നു. ഈ ഒരു കാർട്ടൂണിൻ്റെ ഒരു പ്രത്യേകത, തിങ്ങിന് വേണ്ടി ഒരു ഹ്യൂമൻ ഒറിജിനൽ വോയിസ് ഒന്നും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഗ്രഫ് സൗണ്ട്സ് ആയിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് തിങ്ങിനൊരു ലിറ്ററൽ മോൺസ്റ്റർ എന്ന രീതിയിൽ തന്നെയായിരുന്നു ആദ്യം മുതൽ പോർട്രേ ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നത്. പിന്നീട് വന്ന കാർട്ടൂണുകളൊക്കെ തന്നെ തിങ്ങിന് പ്രോപ്പർ വോയിസ് ഉണ്ടായിരുന്നു. 1978 ദ ന്യൂ ഫാന്റാസ്റ്റിക് ഫോർ എന്ന പേരിൽ അടുത്തൊരു കാർട്ടൂൺ കടന്നു വരുവ്. സോ ഈ ഒരു കാർട്ടൂൺ വന്നപ്പോഴത്തേക്കും ഹ്യൂമൻ ടോർച്ചിൻ്റെ റൈറ്റ്സ് പ്രൊഡക്ഷൻ കമ്പനിക്ക് ഇല്ലായിരുന്നു. അതുകൊണ്ട് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു ക്യാരക്ടറായിരുന്നു ഹെർബി. അതായത് ഫാന്റാസ്റ്റിക് ഫോർ എന്ന പേരിൽ മിസ്റ്റർ ഫാന്റാസ്റ്റിക്, സൂസൻ സ്റ്റോം, ദ തിങ്, ഇവരുടെ കൂടെ വരുന്നത് ഹെർബി എന്ന റോബോട്ടായിരുന്നു. ഈ ഹെർബിയെ പിന്നീട് ഇവർ മാറ്റി വയ്ക്കേണ്ട ഹ്യൂമൻ ടോർച്ചിനെ കിട്ടിയത് കൊണ്ട് തന്നെ. പക്ഷേ ഇപ്പോൾ ഇതാ ഈ ഒരു പുതിയ സിനിമയിലൂടെ ഹെർബി ഇവരോടൊപ്പം കൂടുകയാണ്. ഫാന്റാസ്റ്റിക് ഫോറായി 4 പേരുണ്ടെങ്കിലും അവരിൽ 5ാമനായി ഹെർബിയും പുതിയ സിനിമയിലുണ്ടാകും. എന്നാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 1980 സമയത്ത് മാർവലിന് ഒരുപാട് കടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ബാങ്ക്രപ്സിയുടെ വക്കി വരെ പോയ മാർവൽ തങ്ങളുടെ ക്യാരക്ടേഴ്സിനൊക്കെ ഫിലിം റൈറ്റ്സ് പല പല കമ്പനികൾ കൊടുത്തു. എക്സ്മെനെ ഫോക്സ് വാങ്ങി, സ്പൈഡർമാനെ സോണി വാങ്ങി, അങ്ങനെ പല വഴിക്ക് പോയി. എന്നാൽ ഫാന്റാസ്റ്റിക് ഫോറിനെ ഒറിജിനലി ഫോക്സ് ആയിരുന്നില്ല വാങ്ങിയത്, കോൺസ്റ്റന്റൈൻ ഫിലിം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയായിരുന്നു. ഈ ഒരു കമ്പനി ഫാന്റാസ്റ്റിക് ഫോറിനെ വെച്ചിട്ട് കുറേ സിനിമകളൊക്കെ പ്ലാൻ ചെയ്തിരുന്നെങ്കിലും ഇവഞ്ച്വലി മിക്കതും ഇങ്ങനെ നടക്കാതിരുന്ന ടൈമിൽ ഈ ഒരു ക്യാരക്ടേഴ്സിനെ ഉടനെ യൂസ് ചെയ്തിട്ട് പടം പിടിച്ചില്ലെങ്കിൽ റൈറ്റ്സ് മൊത്തം കയ്യിൽ നിന്ന് പോകും എന്നൊരവസ്ഥയായി. അങ്ങനെ ഇവർ വെറും $1 മില്യൺ ബഡ്ജറ്റിൽ ഒരു പടം തട്ടിക്കൂട്ടിയെടുത്തു. 1994 ചെയ്ത ഈ ഒരു പടം ഒരിക്കലും തിയേറ്ററിക്കലി ഒന്നും റിലീസായിട്ടില്ല. സ്റ്റാൻലി ഇതിൻ്റെ കോപ്പിയൊക്കെ കത്തിച്ച് കളഞ്ഞതാണ് കേട്ടിട്ടുള്ളത്. പിന്നീട് ഇൻ്റർനെറ്റിൽ ഈ ഒരു സിനിമ റീസർഫസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു.
ക്രിയേറ്ററായ സ്റ്റാൻലി ഇത് കത്തിച്ച് കളയണമെങ്കിൽ പടത്തിൻ്റെ റേഞ്ച് പറയണ്ടല്ലോ. അത്രത്തോളം വളരെയധികം മോശമായിട്ടുള്ളൊരു പടമായിരുന്നു അത്. ആ പടത്തെപ്പറ്റി പറയാനാണെങ്കിൽ മറ്റൊരു വീഡിയോ ഡീറ്റെയിൽഡ് ആയിട്ട് എടുക്കേണ്ടി വരും. അങ്ങനെ ഫാന്റാസ്റ്റിക് ഫോറിൻ്റെ ആദ്യത്തെ സിനിമാറ്റിക് അഡാപ്റ്റേഷൻ വലിയൊരു പരാജയം തന്നെയായിരുന്നു. എന്നിരുന്നാലും ആ ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്ന ഫാന്റാസ്റ്റിക് ഫോറിൻ്റെ കാർട്ടൂൺ വളരെയധികം പോപ്പുലർ ആയതുകൊണ്ട് തന്നെ ബ്രാൻഡിന് അത്ര വലിയ കോട്ടവും തട്ടിയില്ല. പിന്നെ ഈ പറഞ്ഞ ആ ഒരു 1 മില്യൺ ബഡ്ജറ്റ് സിനിമ തിയേറ്ററിലും റിലീസായിട്ടുണ്ടായിരുന്നില്ലല്ലോ. അങ്ങനെ കാർട്ടൂണിലൂടെ നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഫാന്റാസ്റ്റിക് ഫോറിന് മറ്റൊരു ജാക്ക് പോട്ട് അടിക്കുന്നത് 20th സെഞ്ച്വറി ഫോക്സ് ഈ ഒരു ടീമിൻ്റെ റൈറ്റ്സ് വാങ്ങുന്നതിലൂടെയാണ്. അങ്ങനെ എക്സ്മെൻ സിനിമ ഇറങ്ങി കത്ത് നിൽക്കുന്ന ടൈമിൽ തന്നെ 2005 ഫാന്റാസ്റ്റിക് ഫോറിൻ്റെ ലൈവ് ആക്ഷൻ സിനിമ 20th സെഞ്ച്വറി ഫോക്സ് റിലീസ് ചെയ്തു. നമ്മുടെ എല്ലാവരുടെ ചൈൽഡ്ഹുഡിലെ ആ ഒരു ഫാന്റാസ്റ്റിക് ഫോർ മൂവി. ഇപ്പോൾ ഈ സിനിമ മിഡാണെന്ന് പറയുന്ന ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. അന്നത്തെയും പല ക്രിട്ടിക്കൽ റിയാക്ഷൻസ് നോക്കുമ്പോൾ അത്ര വലിയ പടമൊന്നുമില്ല രീതിയിലാണ് ഇത് കാണിച്ചിരിക്കുന്നത്. പക്ഷേ ചൈൽഡ്ഹുഡിൽ ഈ സിനിമ കണ്ടപ്പോൾ കിട്ടിയ ഇമ്പാക്റ്റ് പറയാതിരിക്കാൻ വയ്യ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ മലയാളം ഡബിൽ ആദ്യമായിട്ട് കാണുന്ന സൂപ്പർ ഹീറോ സിനിമ എനിക്ക് തോന്നുന്നു ഫാന്റാസ്റ്റിക് ഫോർ ആണ്. അതിനു മുന്നേ സ്പൈഡർമാനൊക്കെ ഇംഗ്ലീഷിൽ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ മലയാളത്തിൽ ആദ്യം കണ്ടത് ഇതാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഒരു ദിവസം സൂര്യ TV-യിൽ വൈകുന്നേരം കണ്ട നല്ലൊരു ഓർമ്മയുണ്ട്. അപ്പോൾ ആ ഒരു കാലത്ത് അതിരുന്ന് കാണുമ്പോൾ കിട്ടിയ ഇമ്പാക്റ്റ് ബിഗ്ഗറായിരുന്നു. ഇപ്പോൾ എത്രയൊക്കെ മിഡാണെന്ന് പറഞ്ഞാലും. എന്തായാലും ആ ഒരു സിനിമയ്ക്ക് സീക്വലായിട്ട് 2007 റൈസ് ഓഫ് ദ സിൽവർ സർഫർ വന്നു. അതും പണ്ട് സ്റ്റാർ മൂവീസിലൊക്കെ കണ്ട് എൻജോയ് ചെയ്തതിൻ്റെ ഒരു കിടിലം പടം തന്നെയായിരുന്നു. എന്തായാലും ഇതിൻ്റെ ഒരു സക്സസ് വന്നോളം ഒരു കാർട്ടൂൺ സീരീസ് കൂടെ വന്നു, ഫാന്റാസ്റ്റിക് ഫോർ വേൾഡ്സ് ഗ്രേറ്റസ്റ്റ് ഹീറോസ് എന്ന് പറഞ്ഞിട്ട്. ഈ സീരീസിലെ വേർഷൻ തന്നെയാണ് പിന്നീട് അവഞ്ചേഴ്സ് മൈറ്റിയസ്റ്റ് ഹീറോസ് കാർട്ടൂണിൽ വന്നതെന്നൊക്കെയാണ് ചില തിയറികൾ പറയപ്പെടുന്നത്. ഫോക്സ് ഓൾറെഡി എക്സ്മെൻ്റെ കേസിൽ കുറേയധികം കോംപ്ലിക്കേഷനൊക്കെ പിടിച്ച് അവയിലൂരായിട്ട് പൊക്കോണ്ടിരിക്കുന്ന സമയത്താണ് ഫാന്റാസ്റ്റിക് ഫോർ ഇവിടെ കയ്യിലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എക്സ്മെൻ വേഴ്സസ് ഫാന്റാസ്റ്റിക് ഫോർ എന്നൊരു പ്ലാനൊക്കെ ഇവർക്കുണ്ടായിരുന്നു. പക്ഷേ അത് ഇവഞ്ച്വലി ഡ്രോപ്പ് ഔട്ടായി. അങ്ങനെ ഫാന്റാസ്റ്റിക് ഫോർ റൈസ് ഓഫ് സിൽവർ സർഫറിന് ശേഷം ആ ഒരു പഴയ ടീമിനെ പിന്നെ നമ്മൾ കണ്ടിട്ടില്ല. പിന്നീട് റൈറ്റ്സ് കയ്യിൽ നിന്ന് പോകുന്നതായപ്പോഴത്തേക്കും ഫോക്സ് കളിച്ചൊരു കളിയായിരുന്നു 2015 റിലീസ് ചെയ്ത ഫാന്റാസ്റ്റിക് ഫോർ സിനിമ. ഈ ഒരു സിനിമയെപ്പറ്റി പറയാനാണെങ്കിൽ ഡാർക്ക് നൈറ്റ് സിനിമ ഇറങ്ങിയൊരു സമയത്ത് ആ ഒരു വലിയ ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും ഡാർക്ക് ആൻഡ് മെച്യൂർ ടോണിൽ കൊണ്ടുവരണം എന്നുള്ളത്. സൂപ്പർമാൻ, മാൻ ഓഫ് സ്റ്റീൽ ആയിക്കോട്ടെ, അമേസിംഗ് സ്പൈഡർമാൻ ആയിക്കോട്ടെ, ടീനേജ് മ്യൂട്ടന്റ് നിഞ്ച ടർട്ടിൽസ് ആയിക്കോട്ടെ, ഇതെല്ലാം തന്നെ ഡാർക്കർ ടോണിൽ വരാനുള്ള വലിയ കാര്യം ദ ഡാർക്ക് നൈറ്റ് ഉണ്ടാക്കിയെടുത്ത ഇമ്പാക്റ്റ് തന്നെയായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഫാന്റാസ്റ്റിക് ഫോറിൻ്റെ ഒരു ഡാർക്ക് ടേക്ക് ആയിരുന്നു 2015 പുറത്തിറങ്ങിയ സിനിമ. ഈ സിനിമയ്ക്ക് ഒരുപാട് പ്രൊഡക്ഷൻ ഇഷ്യൂസൊക്കെ ഉണ്ടായി. സ്നൈഡർ കട്ടൊക്കെ പോലെ ഇതിൻ്റെ ഒരു ആക്ച്വൽ ഡയറക്ടേഴ്സ് കട്ട് ഉണ്ടെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. റീഷൂട്ട് അടക്കം ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ച് വെറും 1 മണിക്കൂർ 40 മിനിറ്റ് താഴെയുള്ളൊരു മൂവിയായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ ക്യാരക്ടേഴ്സിൻ്റെ ഒറിജിൻ കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ പെട്ടെന്നുള്ള കോൺഫ്ലിക്റ്റും റഷ്ഡായിട്ടുള്ള കാര്യങ്ങളും ഡോക്ടർ ഡൂമിനെ വളരെയധികം ഓവർ പവേർഡായിട്ട് കാണിച്ചതും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഒരു സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മാർവലിൻ്റെ നല്ല സൂപ്പർ ഹീറോ ഹിസ്റ്ററിയിലെ തന്നെ ഏറ്റവും മോശം സിനിമകളിലൊന്നായിട്ടാണ് ഈ ഫാന്റാസ്റ്റിക് ഫോറിനെ കണക്കാക്കപ്പെടുന്നത്. 2015 സിനിമയുടെ പരാജയം കൊണ്ടും എങ്ങനെ എക്സ്മെനെ നശിപ്പിക്കാമെന്ന് വെറൈറ്റി രീതിയിൽ നോക്കുന്ന തിരക്കിലായി പോയതുകൊണ്ടും ഫോക്സ് പിന്നീട് ഫാന്റാസ്റ്റിക് ഫോർ സിനിമകളൊന്നും റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ എനിക്ക് 2019 ഡിസ്നി ഫോക്സിനെ വാങ്ങി. അതോടുകൂടി എക്സ്മെനും ഫാന്റാസ്റ്റിക് ഫോറും എല്ലാം മാർവലിൻ്റെ കയ്യിൽ ഫുൾ റൈറ്റ്സ് എത്തി. അങ്ങനെ ഇപ്പോഴേ പുതിയ ഫാന്റാസ്റ്റിക് ഫോർ സിനിമ റിലീസ് ആവാൻ പോവുകയാണ്. ഒറിജിനലി സിനിമ ഡയറക്റ്റ് ചെയ്യേണ്ടിയിരുന്നത് സ്പൈഡർമാൻ ഹോം ട്രിലോജിയുടെ ഡയറക്ടറായ ജോൺ വാട്ട്സ് ആയിരുന്നു. അന്ന് സ്പൈഡർമാൻ ഹോം കമ്മിങ് ഒക്കെ ചെയ്തതുപോലെ ഇപ്പോഴത്തെ MCUവിൽ മോഡേൺ കാലഘട്ടത്തിൽ ഫാന്റാസ്റ്റിക് ഫോറിനെ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു പുള്ളിയുടെ പ്ലാൻ. പിന്നീട് കുറേ ഇഷ്യൂസൊക്കെ ഉണ്ടായി, ജോൺ വാട്ട്സ് പോയി. വാണ്ടാവിഷൻ ക്രിയേറ്ററായ മാറ്റ് ഷാക്മാൻ ആണ് ഇപ്പോഴത്തെ ഫാന്റാസ്റ്റിക് ഫോർ ഡയറക്ടർ. മാറ്റ് ഷാക്മാൻ്റെ വിഷൻ ഒറിജിനൽ ഫാന്റാസ്റ്റിക് ഫോർ കോമിക്സിനെ കൊണ്ടുവരിക എന്ന് തന്നെയായിരുന്നു. അതായത് പഴയ സിനിമകളൊക്കെ പോലെ പുതിയ കാലഘട്ടത്തിലേക്ക് ഈ ടീമിനെ പറിച്ചു നടാതെ ഒറിജിനലി 1960കളിൽ ഉണ്ടായിരുന്ന ആ ഒരു കോമിക്സ് എങ്ങനെയാണോ ആ ഒരു വൈബിലും ആ ഒരു ആശയത്തിലും ഇവിടേക്ക് ഈ ടീമിനെ കൊണ്ടുവരിക എന്നുള്ളത്. അതിനുവേണ്ടിയാണ് മൾട്ടിവേഴ്സ് എന്ന ടൂൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ MCUവിൽ ഒരിക്കലും 1960കളിൽ ഫാന്റാസ്റ്റിക് ഫോറിനോ ഗലാക്ടസിനെയോ കൊണ്ടുവരാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ മറ്റൊരു യൂണിവേഴ്സിൽ, അതും എർത്ത് 838 എന്ന പേരിൽ ജാക്ക് കിർബിക്ക് ട്രിബ്യൂട്ട് കൊടുക്കുന്ന നമ്പറുള്ള യൂണിവേഴ്സിലാണ് ഈ ഒരു സിനിമയുടെ കഥ നടക്കുന്നത്. ഇതിലൂടെയാണ് മാർവൽ ഫേസ് 6ൻ്റെ തുടക്കവും. ആദ്യമായിട്ടാണ് മാർവലിൻ്റെ ഒരു ഫേസ് ആരംഭിക്കുന്നത് മറ്റൊരു യൂണിവേഴ്സിൽ നിന്നാകുന്നത്. സ്വയം 616 എന്ന് വിളിക്കുന്ന നമ്മൾ ഇതുവരെ കണ്ട എല്ലാ സംഭവങ്ങളുള്ള മെയിൻ എർത്തിൽ നിന്നും മാറി ഇപ്പോൾ ഒരു പുതിയ യൂണിവേഴ്സിൽ നിന്നും ഒരു ഫേസ് സ്റ്റാർട്ട് ആകുമ്പോൾ അതിൻ്റെ അർത്ഥം നമുക്കറിയാം. ഈ ഒരു ഹോൾ ഫേസ് തന്നെ, മൾട്ടിവേഴ്സ് തന്നെയാണ് ഏറ്റവും വലിയ ഫോക്കസ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് സീക്രട്ട് വാഴ്സും ഡൂംസ്ഡേയും അടക്കം വരാനിരിക്കുന്ന ബിഗ്ഗർ ഇവൻസും. ഫാന്റാസ്റ്റിക് ഫോറിന് ഒരു ശാപം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഒരിക്കലും ഒരു ഗ്രേറ്റ് ഫാന്റാസ്റ്റിക് ഫോർ ലൈവ് ആക്ഷൻ മൂവി ഉണ്ടാക്കാൻ പറ്റില്ലെന്ന ശാപം. ഹിസ്റ്ററിയിലേക്കൊന്നും തിരിഞ്ഞു നോക്കിയാൽ 1994 പടം, അത്രയും ലോ ബഡ്ജറ്റായ അത്രയും മോശം പടം സ്റ്റാൻലി കണ്ട് ദേഷ്യപ്പെട്ട് കത്തിച്ച് കളയുക ചെയ്തു. 2015 ഫാന്റാസ്റ്റിക് ഫോർ ലോക സൂപ്പർ ഹീറോ ഹിസ്റ്ററിയിലെ തന്നെ ഏറ്റവും മോശം സിനിമകളിലൊന്നായിട്ടാണ് അറിയപ്പെടുന്നത്. പിന്നെ ആകെ ഭേദമുള്ളത് നമ്മൾ ചൈൽഡ്ഹുഡിൽ കണ്ട 2005, 2007 പടങ്ങളാണ്. ഈ മൂവീസൊക്കെ ആകട്ടെ നമുക്ക് ഗോൾഡ് ആണെങ്കിലും ഒരുപാട് പേർക്കും ക്രിട്ടിക്സിനും വളരെയധികം വലിയ താല്പര്യമില്ലാത്ത ഒരു ആവറേജ് ലെവലിൽ വരുന്ന മൂവീസാണ്. സോ ടെക്നിക്കലി ഒരു ഫാന്റാസ്റ്റിക് ഫോർ ഗ്രേറ്റ് മൂവി ഇതുവരെ തിയേറ്ററുകളിൽ റിലീസായിട്ടില്ല. അപ്പോൾ ഇപ്പോൾ വരുന്ന മൂവിയിലൂടെ ഈ ഒരു കഴ്സ് ബ്രേക്ക് ചെയ്യാൻ സാധിക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.
അപ്പോൾ അത് ഫാന്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്പ് സിനിമ കാണുന്നതിന് മുന്നേ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചിട്ടും ഈ ഒരു ടീമിൻ്റെ ഒരു ബ്രീഫ് ഹിസ്റ്ററിയെക്കുറിച്ചിട്ടും എല്ലാവർക്കും വ്യക്തമായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇത്തരത്തിലുള്ള കണ്ടന്റുകൾ നമ്മുടെ ചാനൽ റെഗുലറായിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ പേജ് ഉണ്ട്, അത് ഇവിടുന്ന് ഫോളോ ചെയ്തേക്കുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ കണ്ടുമുട്ടുന്നവരേക്കും ദിസ് ഇസ് ചെങ്ങന്നൂർ സൈനിങ് ഓഫ് ഫ്രം കോമിക് മന്ത്ര.